ഇപ്പോൾ സഭ വിട്ടിറങ്ങിയ പ്രതിപക്ഷം വലിയ ബാനറുകളുമൊക്കെയായി സഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തത്സമയം. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഇന്ന് കക്ഷി നേതാക്കന്മാരുടെ യോഗം വിളിക്കുകയുണ്ടായി. ഇവിടെ UDF MLA-മാർ ഇവിടെ നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചത്. ഇവിടെ സമരത്തിലിരിക്കുന്ന നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ശ്രീ ഹൈബി ഈഡനും ഷാഫി പറമ്പിലിനും ആരോഗ്യനില വഷളായിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ച വിവരം അദ്ദേഹം കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പറഞ്ഞു. സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ UDF-ന് താല്പര്യമില്ല എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചു. പക്ഷേ ഇന്ന് സർക്കാരുമായി നടന്ന ചർച്ച ഒരു സമവായത്തിലെത്തിയിട്ടില്ല. സർക്കാർ പിടിവാശി പല കാര്യങ്ങളും തുടരുകയാണ്. അപ്പോൾ സർക്കാർ ഇത്തരം സമരമുണ്ടാകുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളല്ല ഇതുവരെ സ്വീകരിച്ചു വന്നത്. അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇന്ന് ഏതായാലും സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചതിൽ പ്രത്യേക സന്തോഷവുമുണ്ട്. ഞങ്ങൾക്ക് സഭാ നടപടികൾ അനിശ്ചിതമായി തടസ്സപ്പെടുന്നതിനോട് താല്പര്യമില്ല. കാരണം നിയമസഭയിൽ പ്രതിപക്ഷത്തിനാണ് വിവരങ്ങൾ അവതരിപ്പിക്കുവാനും ഗവൺമെൻറ്റിനെ തുറന്നു കാട്ടാനുമുള്ള അവസരം വിനിയോഗിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യങ്ങളോട് സർക്കാരിൻ്റെ സമീപനം നല്ലതല്ലാത്തതാണ് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഒരു സമരരംഗത്തേക്ക് കടന്നു വരേണ്ടി വന്നത്. ഏതായാലും ഇന്നിപ്പോൾ സർക്കാർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ പറ്റി ഇന്ന് UDF-ൻ്റെ യോഗം 11:30 മണിക്ക് കൻ്റോൺമെൻറ്റ് ഹൗസിൽ ചേരുന്നുണ്ട്. UDF ചർച്ച ചെയ്ത് ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കും. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുകയാണ്. ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തെറ്റായ നയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യം. അത് ഇന്ന് ഈ സമരം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സമരമാണ്. കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്ന സമരമാണ്. അതുകൊണ്ട് UDF യോഗം വിളിച്ചു ചേർത്ത് ഇന്ന് അതിൻ്റെ ഒരു തീരുമാനമെടുത്ത് ഭാവി പരിപാടികൾ തീരുമാനിക്കും എന്ന് ഞാൻ അറിയിക്കാം. അല്ല, അതിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു എന്നറിഞ്ഞു. അല്ല, അത് ഞങ്ങൾ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പരിയാരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എല്ലാ കാലഘട്ടങ്ങളിലും പരിയാരത്തെ ഫീസ് കുറച്ചാണ്. കാരണം പരിയാരത്തെ ഒരു ഗവൺമെൻറ് കോളേജിനെ പോലെ തന്നെയാണ് കാണുന്നത്. സഹകരണ സ്ഥാപനമാണെങ്കിലും അത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമുള്ള സ്ഥാപനമാണല്ലോ സഹകരണ സ്ഥാപനം. അവിടെ എല്ലാ UDF-ൻ്റെ കാലത്തും LDF-ൻ്റെ കാലത്തും മറ്റ് സ്വാശ്രയ കോളേജുകളെക്കാൾ കുറഞ്ഞ ഫീസായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗവൺമെൻറ്റും മാനേജ്മെൻറ്റ് സീറ്റിലും NRI സീറ്റിലും ഫീസ് കുറച്ചാണ് വെച്ചത്. അതേസമയം മെറിറ്റ് സീറ്റിൽ ഫീസ് കൂട്ടിവെച്ചു. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ സ്വാശ്രയ മാനേജ്മെൻറ്റുകളോട് ഇത്രയും വലിയ ഫീസ് കൂട്ടിയത് കുറയ്ക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെടണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ സർക്കാർ ആവശ്യപ്പെട്ട് ഫീസ് കുറയ്ക്കാൻ മാനേജ്മെൻറ്റുകൾ തയ്യാറാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സർക്കാർ അതുകൂടി ആവശ്യപ്പെടണം. കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ സ്വാശ്രയ മാനേജ്മെൻറ്റുകളോട് പറയണം, ഇങ്ങനെ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നു, ഇത് ജനങ്ങൾ ആശങ്കാകുലരാണ്, വിദ്യാർത്ഥികൾക്ക് ന്യായമായ ഫീസ് കുറച്ചു കൊടുക്കാനുള്ള സാമൂഹ്യ പ്രതിബദ്ധത സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരും അതിന് മുന്നോട്ട് വരണമെന്ന് ഞാൻ അവരോടും അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ ഡെൻ്റൽ മാനേജ്മെൻറ്റുകൾക്ക് സാമൂഹ്യമായ ഉത്തരവാദിത്തമുണ്ട്.
കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ വിദ്യാർത്ഥികൾക്ക് ഫീസ് കുറച്ച് കൊടുക്കാൻ തയ്യാറാണെന്ന് അവർ കൂടി മുന്നോട്ട് വന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെയായിരിക്കണം ഈ സമരത്തെ കാണേണ്ടത് എന്നാണ് എനിക്ക് പറയുവാൻ. ഞങ്ങൾക്ക് യാതൊരു മർക്കടമുഷ്ടിയില്ല. ഞങ്ങൾക്ക് നിയമസഭയിൽ തടസ്സപ്പെടുത്തണമെന്നുള്ള യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഞങ്ങളുടെ സഹോദരന്മാരായ രണ്ട് എം എൽ എമാർ 5 പേര്, 2 പേര് നിരാഹാര സമരത്തിലും, ഒരാൾ ശ്രീ അനൂപ് ജേക്കബ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുസ്ലിം ലീഗിൻ്റെ 2 സുഹൃത്തുക്കൾ ശ്രീ തങ്ങളും അതോടൊപ്പം തന്നെ ശ്രീ എന്നെ നെല്ലിക്കുന്നും അവരും അനുഭാവ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഒരു പിടിവാശിയുടെ ആവശ്യമില്ല, ദുരഭിമാനത്തിൻ്റെ ആവശ്യമില്ല. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നിലപാടുകളുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ഇന്ന് UDF യോഗം ചർച്ച ചെയ്ത ശേഷം മറ്റു കാര്യങ്ങൾ അറിയിക്കുന്നു. അതല്ല, ആവശ്യപ്പെട്ടാൽ അതുകൊണ്ടാണ് ഞാൻ അവരോടുകൂടി അഭ്യർത്ഥിക്കുന്നത്. അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ. സ്വാശ്രയ മാനേജ്മെൻറ്റുകളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. അവർക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ, സാമൂഹ്യ പ്രതിബദ്ധതയില്ലേ? അവർ കൂടി കാണണം. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇത്രയും വലിയ ശക്തമായ ഒരു വികാരം ആഞ്ഞടിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് കൂടിയുണ്ട്. കാരണം അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അവരും. അവർക്കും ബാധ്യതയുണ്ടെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇത്തവണത്തെ കുട്ടികളുടെ കാര്യമാണ് പ്രശ്നം. ഇത്തവണത്തെ കുട്ടികളുടെ കാര്യം അല്ല, അതിന് നിയമപരമായി കഴിയുമോ എന്നൊക്കെ പരിശോധിക്കണം. ഏതായാലും ശരി, ഞങ്ങൾ ഇത്തരം മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. നിയമസഭയിലും പറഞ്ഞു. ഞങ്ങൾ UDF അത് ആലോചിച്ച് ഞങ്ങൾ ഇതൊരു സമവായത്തിൽ എത്തിയിട്ടില്ല ഈ കാര്യങ്ങളിലൊന്നും. ഏതായാലും ഞങ്ങൾ UDF ആലോചിച്ച ശേഷം ഭാവി നടപടികൾ തീരുമാനിക്കും. സഭയ്ക്ക് മുന്നിൽ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഏതായാലും മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ഇനി UDF യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനുശേഷം സമരത്തിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഒത്തുതീർപ്പിലേക്ക് എന്ന തരത്തിലുള്ള സൂചനകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വരികൾക്കിടയിലൂടെ ചിലപ്പോൾ വായിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഷീജ ഇതുമായി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ സഭയുടെ മുന്നിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ തരും. നമുക്ക് അല്പസമയത്തിനകം ഷീജയിലേക്ക് എത്താൻ കഴിയും. ഏതായാലും സഭ ബഹിഷ്കരിച്ചതിന് ശേഷം നിരാഹാരം ഇരിക്കുന്ന MLA-മാരോടൊപ്പം ചേർന്ന് മുദ്രാവാക്യം വിളികൾ അടക്കം നടത്തിയതിനു ശേഷമാണ് പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്ക് വന്നത്. വലിയ ബാനറുമായി സഭയ്ക്ക് പുറത്തേക്ക് വന്നതും മാധ്യമപ്രവർത്തകരെ കണ്ടതും. ഷീജ തരും നമുക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും. ഷീജ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്, അത് UDF യോഗത്തിൽ ചർച്ച ചെയ്യും, അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മനു, ഏതായാലും ഇപ്പോൾ വ്യക്തമാകുന്നത് UDF-ന്റെ 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് കക്ഷി നേതാക്കളുടെ യോഗത്തിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ അതുതന്നെയായിരിക്കും പ്രധാനമായും UDF ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. മുഖ്യമന്ത്രി പ്രധാനമായും ഇന്ന് കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ വെച്ചത് പരിയാരത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഏറ്റെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വർഷം പ്രവേശനം നേടുന്നവർക്കും അടുത്ത വർഷം മുതൽ അതൊരു അധിക ബാധ്യത വരാത്ത രീതിയിൽ ഫീസ് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുനഃക്രമീകരിക്കുന്നതായിരിക്കും. അടുത്ത വർഷം മുതൽ അവരും സർക്കാർ ഫീസ് മാത്രം നൽകി തുടർപഠനം നടത്താവുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു. മറ്റൊന്ന്, ഈ തലവരി പണം വാങ്ങുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ലെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. ഈ വിഷയത്തിൽ പരിയാരത്തിന്റെ കാര്യത്തിൽ ഏതായാലും ഈ വർഷം തന്നെ ഫീസ് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. ഏതായാലും തുടർന്ന് ഏത് രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് UDF യോഗത്തിൽ തന്നെയാകും തീരുമാനമുണ്ടാവുക. അതേസമയം നിരാഹാര സമരം നടത്തുന്ന ഹൈബി ഈഡന്റെയും ഷാഫി പറമ്പിലിന്റെയും ആരോഗ്യസ്ഥിതി തീർത്തും മോശമാണ് എന്ന രീതിയിൽ ഇന്ന് നിയമസഭയിലെ ഡോക്ടർമാർ സ്പീക്കർക്ക് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിരാഹാര സമരം ഇത്രത്തോളം വഷളാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരു അടിയന്തര പരിഹാരം ഏത് രീതിയിൽ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് UDF യോഗത്തിൽ മാത്രമാകും തീരുമാനമുണ്ടാവുക എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. മനു.
ഷീജ, UDF-ന് മുന്നിൽ നിൽക്കുന്ന വലിയ പ്രതിസന്ധിയായിരുന്നു എങ്ങനെ ഈ സമരം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഈ സമരം എങ്ങനെ അവസാനിപ്പിക്കണം, ഒരു പരിഹാരം എന്താണ് എന്നത്. ഇപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്, അത് UDF യോഗത്തിൽ ചർച്ച ചെയ്യും. ഒരു പക്ഷേ ആ തീരുമാനങ്ങൾ അംഗീകരിച്ച് സമരം നിർത്തുക എന്നൊരു തീരുമാനം കൂടിയായിരിക്കാം ഇവർ പ്രതീക്ഷിക്കുന്നത് അവിടെ. തീർച്ചയായും മനു, ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് കക്ഷി നേതാക്കളുടെ യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായി UDF യോഗം ചർച്ച ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമവായത്തിലെത്തി കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഒരു പ്രശ്നപരിഹാരമായുള്ളത്. അത്തരത്തിൽ അല്ല കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാകും UDF ചെന്നെത്തുക. പ്രത്യേകിച്ചും ഇനി ഈ സമരം ഏത് ദിശയിൽ കൊണ്ടുപോകും എന്നറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് UDF ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിശദമായ ചർച്ച നടത്തി ഈ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് UDF MLA-മാർ നിയമസഭയിൽ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് UDF-ന് മുന്നിൽ ഇനി അവശേഷിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് തന്നെയാകും കാര്യങ്ങൾ നീങ്ങുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത രീതിയിലാണെങ്കിൽ മാത്രമാകും UDF-ൽ ഇത് കൂടുതൽ പ്രതിസന്ധിക്ക് വഴിവെക്കുക. മനു, ശരി. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് സഭയ്ക്ക് മുന്നിൽ നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സഭ വിട്ടിറങ്ങി വന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പുറത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടു. മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. 11 മണിക്ക് ചേരുന്ന UDF യോഗം അത് സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം ഈ സമരവുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ, മുന്നോട്ടുള്ള പോക്ക് അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കണമോ എന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ ഈ UDF യോഗത്തിൽ തീരുമാനം ആകും എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.